ഈ നഗരത്തിലെ 4 നിയോജക മണ്ഡലം നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 4 സ്ഥലത്തും താമരവരിയും. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകനായത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? 17ാമത്തെ വയസ്സിലാണ് ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് വന്നത്. 89-90 ഞാൻ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയിലേക്കാണ് പിന്നെ വരുന്നത്. BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായി. അതെ, സംസ്ഥാന സെക്രട്ടറിയായി. ഇപ്പം തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. കരമന കളിയിക്കുള്ള റോഡ് വികസനം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് BJP ആണ്. അത് ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ കരമന കളിയിക്കുള്ള റോഡ് വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ സമരമായിരുന്നു. ഞാൻ എൻ്റെ ഔദ്യോഗിക നയം B. ജയചന്ദ്രൻ നായർ. അപ്പം ജയൻ കരമന, അങ്ങനെ കരമന ജയൻ എന്നായി. എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിത മന്ത്രമാണ് അനന്തപുരിയുടെ വികസനം എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണിൽ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ മത്സരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് അനന്തപുരിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒപ്പം തന്നെ ആ വ്യക്തിക്ക് അനന്തപുരിയോടുള്ളൊരു സ്നേഹവും ഏറെ എടുത്തു പറയേണ്ട ഒന്നാണ്. ശ്രീ കരമന ജയനാണ് നമുക്കൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. പത്മനാഭസ്വാമിയുടെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ ദിവസവും വന്നെത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അനന്തപുരം എന്ന് പറയുന്നത് തന്നെ ശ്രീ പത്മനാഭസ്വാമിയുടെ പേരിലാണ് നമ്മുടെ ജില്ല പേര് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അനന്തപുരി സിറ്റി, നഗരത്തിൻ്റെ ലോകനാഥൻ എന്ന് പറയുന്നത്, ഈ ദേശനാഥൻ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമിയാണ്. ജാതിക്ക് മതത്തിന് അതീതമായിട്ട് തിരുവനന്തപുരത്തുകാർ എന്തെങ്കിലും അപകടമോ എന്തോ വിഷമം വന്നാൽ അറിയാതെ വിളിച്ചു പോകുന്നത് എൻ്റെ പത്മനാഭ എന്നാണ്. അപ്പം ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ 25 വർഷക്കാലമായി രാവിലെ ഇതേ സമയത്ത് ശ്രീ പത്മനാഭസ്വാമി തൊഴുത് വണങ്ങിയിട്ട് വേണം എൻ്റെ പൊതുപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയതിൽ ഇന്ന് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അനന്തപുരി എന്ന് പറയുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ കേന്ദ്രമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇടം എന്നതിൽ ഇന്നത്തെ ആ തുടക്കം നന്നായി കാണും. എത്രത്തോളമാണ് ചേട്ടന് അനന്തപുരിയോടുള്ള സ്നേഹം? എൻ്റെ ജീവനാണ്, എൻ്റെ ജീവിത മന്ത്രമാണ് അനന്തപുരിയുടെ വികസനം എന്ന് പറയുന്നത്. ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്. അത് എവിടെ നിന്ന് വന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പ്രാദേശികവാദം ഉയർത്തിവിടുന്നു, നിങ്ങളൊരു പ്രാദേശികവാദിയാണ്. ഞാൻ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച സമയത്ത് എയിംസിന് വേണ്ടി തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടതാണ്. ആ എയിംസിന് വേണ്ടി പറഞ്ഞപ്പോൾ മറ്റ് ജില്ലയിലെ BJPക്കാർ വിളിച്ച് ചോദിച്ചു, ജയൻ ചേട്ടൻ സംസ്ഥാന സെക്രട്ടറിയാണ്, കേരളത്തിന് വേണ്ടിയാണ് ചോദിക്കേണ്ടത്, തീരെ ഓവറായി പോകുന്നു, തിരുവനന്തപുരത്തിന് വേണ്ടി ഇത്രയും സംസാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് സംസ്ഥാനത്തിൻ്റെ വികസനം തന്നെയാണ്. അതുകൊണ്ട് അത് പ്രാദേശികവാദമായി ഞാൻ കാണുന്നില്ല. ഞാൻ ഇനിയും എൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയായിരിക്കുമെന്ന് ശക്തമായി തന്നെ പറഞ്ഞു. അത്രത്തോളം ഉണ്ട് അനന്തപുരിയോട്. എന്തുകൊണ്ടാണ് അനന്തപുരിയോട് ഇത്ര സ്നേഹം? മണ്ണിനോട് ഉള്ള സ്നേഹമാണോ, അതോ വേറെ എന്തെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടതായി നിൽക്കുന്നുണ്ടോ? ജനിച്ചു വളർന്ന മണ്ണിനോട് ഏറ്റവും ഇഷ്ടം കാണുമല്ലോ, സ്വാഭാവികമാണ്. അതിനുപരി നമ്മൾ കേരളത്തിലെ മറ്റ് ജില്ലകൾക്കെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളെ ഒരു നഗരമായതുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ ജനിച്ചു വളർന്ന നഗരമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എവിടെ ചെന്നാലും ഭക്ഷണത്തിൻ്റെ രീതിയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലായാലും മറ്റുള്ള ജില്ലയിൽ നിന്ന് വരുന്നവർ പോലും തിരുവനന്തപുരത്തുകാരെ പ്രകീർത്തിക്കുന്നു. ഇപ്പം ഞാൻ ഈ ചന്ദനം, പത്മനാഭസ്വാമിയുടെ ചന്ദനം, ഈ ചന്ദനം ഇട്ട് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എന്നോട് മറ്റ് ജില്ലയിലെ BJPക്കാർ പറയും, ചേട്ടാ നിങ്ങൾ ഭാഗ്യവാനാണ്, ഞങ്ങൾക്കൊന്നും ആ ഭാഗ്യമില്ല. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അതൊരു അങ്ങനെ അവിടെ ജനിച്ചവർക്കെല്ലാം അവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തവരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇഷ്ടം. അപ്പം നമ്മുടെ തിരുവനന്തപുരം എത്രത്തോളം പ്രകീർത്തിക്കപ്പെടുന്നു, എത്രത്തോളം ഒരു പുണ്യസ്ഥാനമാണ് എന്ന്. ശരിക്കും ഇത് പുണ്യഭൂമിയാണ്.
ശ്രീപത്മനാഭസ്വാമിയുടെ മണ്ണാണ് ഇത്, പുണ്യഭൂമിയാണ്. ഇതാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തിന്റെ ഭക്ഷണം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ തിരുവനന്തപുരത്ത്? ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ ഇഡ്ഡലി സാമ്പാർ, അല്ലെങ്കിൽ നമ്മുടെ സദ്യ. ഇപ്പോൾ ഓണസദ്യ ആയാലും അല്ലെങ്കിൽ കല്യാണ സദ്യ ആയാലും നമ്മൾ ചോദിച്ച് നോക്കൂ, നിങ്ങൾ മറ്റ് ജില്ലകളിൽ പോയി, ഞാൻ കുറ്റമായി പറയുന്നത് അല്ലാതെ മോശമായി പറയുന്നത്, മറ്റ് ജില്ലകളിൽ വരുന്നവർ പോലും ഇവിടുത്തെ ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ സദ്യ കഴിക്കാൻ വളരെ ആഗ്രഹമാണ്. ഇപ്പം സദ്യ വിളമ്പുന്ന, ഉച്ചയ്ക്ക് സദ്യ മാത്രം കൊടുക്കുന്ന ഹോട്ടലുകളിൽ മറ്റ് ജില്ലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളാണ്. ഞാൻ ഹോട്ടലിൽ പേരൊന്നും പറയുന്നില്ല. ഇവിടെ ആ പത്മ ഹോട്ടൽ സദ്യ മാത്രമാണ് ഉച്ചയ്ക്ക്. ആ സദ്യ പോയി കഴിക്കാനായിട്ട് മറ്റ് ജില്ലകളിൽ നിന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്തിൻ്റെ സദ്യ എന്ന് പറയുമ്പോൾ അതിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു നമ്മുടെ നഗരം എന്ന് പറയുന്നത്, ഈ അനന്തപുരിയിൽ ജനിച്ചു വേണം നമുക്കെല്ലാം വളരെ 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 നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തവരാണെന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട്. പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഏതാ തിരുവനന്തപുരത്ത്? ഭഗവാൻ ശ്രീപത്മനാഭസ്വാമിയുടെ അവിടേക്ക് തന്നെയാണ്. അവിടെ എത്തുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ഭയങ്കര ടെൻഷൻ, രാഷ്ട്രീയമാണ്, ഒരു സമയത്തും ലീവ് പോലും ഇല്ലാത്ത ജോലിയാണ്. തീർച്ചയായും ഞാനിപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗമായി 2 വർഷമായി പ്രവർത്തിക്കുന്നു. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയാണ്. ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും രാഷ്ട്രീയപരമായ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, എങ്ങനെയാണ് കരമനെ നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണത്? എൻ്റെ അടുത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ചെയർമാൻ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ BJPയുടെ ജില്ലാ പ്രസിഡന്റും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും മുടക്കം വരുന്നില്ല, ക്ഷേത്രത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നു, ഇതെങ്ങനെ? അപ്പോൾ ഞാൻ പറയും, ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹമാണ്, അതിൻ്റെ ശക്തിയും അതിൻ്റെ സമയവും എനിക്ക് അനുവദിച്ചു തരുന്നത് ഭഗവാനാണ്. അതോടൊപ്പം തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്യമാണ്. കാരണം പാളയം നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും ഉണ്ടോ 3 ഇപ്പം ചർച്ച ആയാലും മോസ്ക് ആയാലും ക്ഷേത്രമായാലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഉറവിടമാണ് പാളയം. ഇത് പലരും എടുത്ത് പറയുന്നൊരു കാര്യമാണ്. അത് തിരുവനന്തപുരത്തല്ലാതെ വേറെ ഒരിടവും ഇല്ല. അത് ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അതിനനുസരിച്ച് ഭാവിയിൽ ഇവിടെ ജനങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടും സ്നേഹപരമായും ജീവിക്കുവാൻ എന്നുള്ള തരത്തിലായിരിക്കും അതൊക്കെ സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്നും വേണ്ട. അതുപോലെ നമ്മൾ തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജകുടുംബം, ഈ പ്രത്യേകിച്ചും അവസാനത്തെ നമ്മുടെ രാജാവായിട്ടുള്ള ശ്രീ ചിത്രരഞ്ജൻ മഹാരാജാവ്, അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഏറെയും കാണുന്നത്. മെഡിക്കൽ കോളേജ് മഹാരാജാവിൻ്റെ സ്ഥാപിച്ചതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, കേരള യൂണിവേഴ്സിറ്റി പേരെന്തായിരിക്കും? കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ പേര് മാറിപ്പോയതാണ്. നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ തിരുവിതാംകൂർ പേര് മാറ്റി കേരള യൂണിവേഴ്സിറ്റി ആക്കി. നമുക്ക് പരാതിയില്ല, പക്ഷേ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണത്. അതോടൊപ്പം KSRTC ആരാണ് ഇന്നത് കാണുന്ന KSRTC സ്ഥാപിച്ചത് ശ്രീ ചിത്രരഞ്ജൻ മഹാരാജാവിൻ്റെ കാലത്താണ്. അങ്ങനെ ഒട്ടേറെ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണ്. അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കോട്ടകൾ, കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, വടക്കേക്കോട്ട, തെക്കേക്കോട്ട, സിംഹക്കോട്ട, ഈ കോട്ടകളൊക്കെ നമ്മൾ എവിടെ കൊണ്ട്? ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് ഈ നഗരത്തിലല്ലാതെ ഇത്തരം കോട്ടകൾ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പോയാൽ മറ്റ് ജില്ലകളിലുള്ളവരെ പോലും, മറ്റ് രാജ്യത്തിലെ മറ്റുള്ള ആൾക്കാർ പോലും തിരുവനന്തപുരത്തെ അത്രത്തോളം സ്നേഹിക്കും. അതുപോലെ നമ്മുടെ ശംഖുമുഖം എന്ന് പറയുമ്പോൾ അവിടെ ആറാട്ട് മണ്ഡപം അവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ആറാട്ട് മണ്ഡപം സംരക്ഷിക്കണം, ഇത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദൈവവിശ്വാസികൾ മാത്രമല്ല, അവിടെ തീരദേശത്തിലെ കടലിൻ്റെ മക്കൾ പോലും അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും, അവർക്ക് കടലാക്രമണം വരുന്ന സമയത്ത് അവരെ വീടുകൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം അവർ പറയുന്നൊരു കാര്യം, ശംഖുമുഖം ആറാട്ട് മണ്ഡപം നിലനിൽക്കണം, ഞങ്ങളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രതീകമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണ് ഒരു സ്ഥലത്തുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ, എൻ്റെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത മന്ത്രമാണ്. ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി യാതറ്റം വരെ പോകാൻ ഞാൻ വ്യക്തിപരമായി തയ്യാറാണ്. അതുപോലെ BJP എൻ്റെ പാർട്ടിയും ഈ തിരുവനന്തപുരത്തിന് വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ശക്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ, മോദിജിയുടെ വസതിയിൽ കോർപ്പറേഷൻ കൗൺസിലർമാരെ വിളിച്ച സമയത്തും അവിടെ വെച്ച് സംസാരിച്ച സമയത്തും അദ്ദേഹം ആദ്യം ചോദിച്ചത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ്. നെക്സ്റ്റ് ടൈം ഐ വിൽ കം
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്ത് വരുമ്പോൾ കേന്ദ്രമന്ത്രിമാരും അമിത്ഷാജിയെ പോലുള്ള ആൾക്കാരും എല്ലാവരും ചിന്തിക്കുന്നത് ഇവിടെ വന്ന് തോന്നണമെന്നാണ്. അപ്പം തിരുവനന്തപുരം എന്ന് പറയും അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പോലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പറയാതെ മുമ്പോട്ട് പോകില്ല. അതൊരു പ്രതീകമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും സൗഹൃദത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും സ്നേഹിച്ച് ജീവിക്കുവാൻ ഒരു പറ്റിയ ഇടം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. ഏറ്റവും വരുന്ന മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരെല്ലാം ഇപ്പോൾ ഇവിടെ വേറെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇവിടുത്തെ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ജീവിക്കുന്ന നഗരവാസികളുടെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും നെഞ്ചോട് നിർത്താനും ആഗ്രഹിക്കുന്നവരാണ്. അത് ഇളം തലമുറക്കാരായാലും അങ്ങനെയാണ്. അത് BJP എതിർക്കുന്ന എതിർക്കുന്നു എന്ന് ധരിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളിലെ ആൾക്കാരെ BJPക്കെതിരെ തിരിച്ചുവിടുമ്പോഴും അവരുടെ മനസ്സിൽ ന്യൂ ജനറേഷൻ അവരൊക്കെ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ വികസനമാണ്. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് BJPയാണ് മുന്നിലെങ്കിൽ BJPയോടൊപ്പം നിൽക്കാനാണ് ഈ ന്യൂ ജനറേഷനായിട്ടുള്ള ന്യൂനപക്ഷങ്ങളിൽ പോലും BJP എതിർക്കപ്പെടുന്നു എന്ന് മറ്റുള്ള പാർട്ടിക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരുടെ മനസ്സിൽ BJP ജയിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ, നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് മറുപടി പറയണത് ഇവിടെ വികസനമാണ് ആവശ്യം, നാടിൻ്റെ വികസനമാണ്, തിരുവനന്തപുരത്തിൻ്റെ വികസനമാണ്, അതിന് BJP വരട്ടെ എന്നാഗ്രഹിക്കുന്നു. അത് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേക ഒരു സ്വഭാവമാണ്. നഗരത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്നു. അതാണ് തിരുവനന്തപുരം. ഒരു ചായ കുടിച്ചാലോ? അറിയാം എന്റെ ചായയെ കുറിച്ച് നല്ലപോലെ അറിയാം. ഓക്കെ, അപ്പൊ ഒരു ചായ, ഒരു സ്ട്രോങ് കോഫി ചേട്ടാ. ഇപ്പൊ പേരിനൊപ്പം കരമന ചെയ്യുന്നതാണ്. ഞാൻ ജനിച്ച നാട് കരമനയല്ല, മേലാർന്നൂർ. ഓക്കെ, അപ്പൊ ഈ കരമനയോട് ആ പേര് എന്തുകൊണ്ടാ സ്വന്തം പേരിന്റെ? ഞാൻ എന്റെ യഥാർത്ഥത്തിൽ എൻ്റെ പേര് വീട്ടിലെ അച്ഛൻ ജയൻ എന്നാണ് ഇട്ടത്. എൻ്റെ ഔദ്യോഗിക നയം B ജയചന്ദ്രൻ നായർ എന്നാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു പേരിനോട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കരമന ജയൻ എന്ന്. പലരും രാഷ്ട്രീയത്തിലേക്ക് വന്ന് 16 17 വയസ്സിലൊക്കെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയ സമയത്ത് അപ്പം ജയൻ അവൻ കരമന, ജയന കരമന. അപ്പം ആദ്യകാലത്ത് ഇവിടുന്ന് RSSലും ഒക്കെ ഉണ്ടായിരുന്ന ആ കരമന ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു പല പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. അപ്പം സ്വാഭാവികം മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ ജയനെ കരമന, അപ്പം കരമന ജയന സ്വാഭാവികമായിട്ട് ഇട്ടു. അപ്പം അങ്ങനെയാണ് കരമന എന്ന് പറഞ്ഞത്. അങ്ങനെ കരമന ജയൻ എന്നായി. പക്ഷേ ഇപ്പോഴും എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾക്ക് പോലും എൻ്റെ പേര് B ജയചന്ദ്രൻ നായർ എന്നുള്ളത് അപൂർവമായിട്ടാണ് അവർ ഓർമ്മിക്കുന്നത്. അപ്പം ജയ എന്ന് വിളിക്കാറുള്ളൂ. അതാണ്. അപ്പം കരമന മേലാറിനാണ് എൻ്റെ സ്വദേശം. ഇന്നത്തെ പ്രചരണവും അവിടെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പേരിനൊപ്പം കരമനയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചേട്ടൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴും തിരുവനന്തപുരമായി അത്രയും ചേർന്ന് നിൽക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകനായത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഞാൻ തുടക്കത്തിൽ എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ് NSS പ്രവർത്തനമാണ്. അന്നത്തെ NSSൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുണ്ടായിരുന്ന NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വളരെ ആക്റ്റീവായ പ്രവർത്തനമായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് സ്വാഭാവികമായും വീട്ടിൽ മറ്റേ NDPയുടെ പ്രവർത്തന ആൾക്കാരൊക്കെ വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ സ്വാഭാവികം മനസ്സിലേക്ക് ഒരു രാഷ്ട്രീയം കടന്നുകൂടി. അങ്ങനെ DSUവിൻ്റെ NDPയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള DSU സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി വന്നു. NDPയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് രാഷ്ട്രീയ രംഗത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് NDP ഇല്ലാതാവുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഒരു 17 വയസ്സിലാണ് ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് വരുന്നത്. ഒരു രാജ്യത്തോട് സ്നേഹിക്കുന്ന ഒരു പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്നതിലും പിന്നെ ആദ്യമൊക്കെ തോന്നിയത് ഒരു കബഡി കളിക്കാനും മറ്റുള്ള ഒരു ശാഖ കളിക്കളമാണ്. അപ്പോൾ സ്വാഭാവികം അവിടെ നമുക്ക് പോകണമെന്നാണ്. പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആദർശങ്ങളും അതിൻ്റെ ആശയങ്ങളും രാജ്യസ്നേഹവും ഒത്തൊരുമയും ഇതൊക്കെ കണ്ട് വളരെ ആക്റ്റീവായിട്ട് അങ്ങ് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ 1982 തൊട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 89-90 ഞാൻ ഭാരതീയ ജനതാ പാർട്ടി യുവമോർച്ചയിലേക്കാണ് പിന്നെ വരുന്നത്. സംഘത്തിൻ്റെ ആ ചുമതല നിർവഹിച്ചതിന് ശേഷം ഫസ്റ്റ് ഇയർ സെക്കൻഡ് നോട്ടീസ് എല്ലാം കഴിഞ്ഞ് സംഘത്തിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുള്ളൊരു ആലോചിച്ച് യുവമോർച്ചയുടെ ചുമതലയിലേക്കും കരമന വാർഡിൻ്റെ
ചുമതലയിലേക്ക് വന്നു. അവിടെ നിന്ന് തുടങ്ങാൻ രാഷ്ട്രീയം. അങ്ങനെ കരമന വാർഡിൻ്റെ യുവമോർച്ച പ്രസിഡൻറ്റ്, അത് കഴിഞ്ഞിട്ട് യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റായി, മണ്ഡലം പ്രസിഡൻ്റായി യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയായി, അത് കഴിഞ്ഞ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി, പാർട്ടിയുടെ അത് കഴിഞ്ഞിട്ട് ജില്ലാ പ്രസിഡൻ്റായി. 2014 ജില്ലാ പ്രസിഡൻ്റായിരുന്നു ബി ജെ പിയുടെ. അത് കഴിഞ്ഞിട്ട് ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ അംഗമായി, ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി, അതെ സംസ്ഥാന സെക്രട്ടറിയായി, ഇപ്പം തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ പ്രസിഡൻ്റായി പ്രവർത്തിക്കും. അപ്പോൾ ആ രാഷ്ട്രീയത്തിലേക്ക് വരണം, ജനങ്ങളെ സേവിക്കണം. അന്ന് കരമനയിൽ റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് 1999 ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. കരമനയുടെ റോഡ് ബ്ലോക്ക്, ആ സമരങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചു. പിന്നെ സമരങ്ങളിലേക്ക് വരണമെന്ന്, ഏത് കാര്യത്തിനും സമരം ചെയ്യണം, അത് അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ള മനസ്സിലുള്ള ഒരു വ്യഗ്രത, ആവേശം, അത് കൂടെയുള്ള പ്രവർത്തകരെ എല്ലാം കൂട്ടിക്കൊണ്ട് പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് പല സമരങ്ങളുടെയും വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കരമന കളിയിക്കുള്ള റോഡ് വികസനം ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ബി ജെ പി ആണ്. അത് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആ കാലഘട്ടത്തിൽ കരമന കളിയിക്കുള്ള റോഡ് വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ സമരമായിരുന്നു. ഒരു സമരം കൊണ്ട് ചടങ്ങുകൾ നടത്തി പോകുന്ന സമരം, അവസാനം ലക്ഷ്യം നേടുന്നത് വരെ. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ കൊണ്ട് കരമന മുതൽ പ്രാവച്ചമ്പലം വരെ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്നത് വരെയുള്ള ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു സമരം എടുത്തു പറയത്തക്ക ദിവസമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചു. തിരുവനന്തപുരത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയോ അതൊക്കെ നേടാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്വാഭാവികമായ രാഷ്ട്രീയക്കാരന് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു, ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച് അത് തന്നെ ഇപ്പോഴും ഒരു ജീവിത മന്ത്രമാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനം. പ്രാദേശികവാദമായി ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തിരുവനന്തപുരമാണ്, തലസ്ഥാനമാണ്. ഇവിടെ വികസിക്കണം. അത് നമ്മുടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പം ഇപ്പോൾ തൊട്ടടുത്തുള്ള തമിഴ്നാടിൻ്റെ ചെന്നൈ, ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ്, കർണാടകയിലെ ബാംഗ്ലൂർ, നമ്മൾ ആ നഗരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെ നിൽക്കുന്നു? വളരെ വളരെ പുറകിലാണ്. നമുക്ക് അങ്ങനെ ആവണ്ടേ? പിന്നെ കേരളത്തിൽ തന്നെ ഞാൻ കൊച്ചിൻ നഗരത്തിൽ എത്തിയോ? കൊച്ചിൻ നഗരം പോലുള്ള ഒരു നഗരമായി തിരുവനന്തപുരത്ത് മാറാൻ കഴിഞ്ഞോ? ഇല്ല. കോഴിക്കോട് നഗരത്തിനെ പോലെ വന്നോ? ഇല്ല. കേരളത്തിൻ്റെ നഗരങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് പോലും തിരുവനന്തപുരം പുറകിലാണ്. ഇത് നമ്മളെ ഒരു വികാരമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് അത് മറ്റ് നഗരങ്ങൾക്കൊപ്പം തിരുവനന്തപുരവും ഈ അനന്തപുരിയും ഉയരണം. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകണം എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ ആൾ. ഞാൻ തിരുവനന്തപുരത്ത് വികസനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായ ഒട്ടേറെ സംഘടനകളുടെ രക്ഷാധികാരികളൊക്കെയാണ് ഞാൻ. അപ്പോൾ അവരൊക്കെ നമ്മളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി മാത്രമല്ല, ഒട്ടേറെ കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ബി ജയചന്ദ്രനെ കരമന ജയനാക്കി മാറ്റുന്നതിൽ സംഘം എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട്? ഞാൻ ഇതുവരെ എത്തിയത് സംഘവും BJP തന്നെയാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള മാത്രം കഴിവുകൊണ്ടല്ല. എന്നെ ബി ജയചന്ദ്രൻ നായർ എന്നെ കരമന ജയൻ എന്ന ഇന്ന് അറിയപ്പെടുന്ന പേരിലേക്ക് ഉയർത്തിയെങ്കിൽ ഞാൻ ഇന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായി ഈ അനന്തപുരി തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണിൽ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണിൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. 2016-ലും 21-ലും പാറശാലയിലേക്ക് ഞാൻ പോയി. പക്ഷേ 2016-ലെ 10,000 വോട്ടിന് 16-ൽ 33,000 വോട്ടിലേക്ക് ഉയർന്ന സമയത്ത് ഞാൻ 5 വർഷം പാറശാലയോടൊപ്പമായിരുന്നു ജീവിച്ചത്. അവരോടൊപ്പം അവരുടെ ഈ ഗ്രാമങ്ങൾ യാത്ര ചെയ്ത് ആദിവാസികളുടെയും അമ്പൂരി, കള്ളിക്കാട് പോലുള്ള മേഖലകളിലൊക്കെ യാത്ര ചെയ്ത് 5 വർഷത്തോടെ ജീവിച്ചു. അതിനുശേഷം വീണ്ടും ഞാനിവിടെ സിറ്റി ജില്ലാ പ്രസിഡൻ്റായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നത്, ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്, ഇവിടെ നിങ്ങളോടൊപ്പം ഈ ഒരു ചർച്ച നടത്താനുള്ള അവസരമുണ്ടതെല്ലാം എൻ്റെ പ്രസ്ഥാനമാണ്. എൻ്റെ ജീവനാണ് എൻ്റെ പാർട്ടി, എൻ്റെ ജീവനാണ് എൻ്റെ തിരുവനന്തപുരം. ഇതാണ് എൻ്റെ മന്ത്രം. കൂടുതൽ സമയവും ഞാൻ പൊതുപ്രവർത്തനം, എൻ്റെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഭഗവാനെ 6:30 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി 11-12 മണി വരെയും ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഭാരതീയം ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഭാരതീയ ട്രസ്റ്റ്. അതിൻ്റെ ചെയർമാനാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഒട്ടേറെ അവസ്ഥ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കൈകളുമായി കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതും തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി
ചെയ്തുകൊണ്ട് ഇപ്പം ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്കായാലും ക്യാൻസർ മാരക രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കായാലും പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആശങ്കപ്പെടുന്ന രക്ഷിതാക്കൾ അവർക്കും നമ്മളുടേതായിട്ടുള്ള കുട്ടികളുടെ കല്യാണം നടത്താനും അങ്ങനെയുള്ള പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ നടത്തി വരികയാണ്. അപ്പോൾ ഭാരതീയം ട്രസ്റ്റ് ചെയർമാൻ എന്നതിനും കൂടെ കാര്യമായി പ്രവർത്തിക്കും തിരുവനന്തപുരത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ അപേക്ഷ വന്നാൽ അതും സ്വീകരിക്കും. ഇതിൽ വന്നിട്ടില്ല. തിരുവനന്തപുരത്തുകാരുടെ അപേക്ഷയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. 100 അപേക്ഷ വരുമ്പോൾ ഒരു 10 പേർക്ക് സഹായം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ പുണ്യമായി കാണുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഉത്സവങ്ങളുടെ നാടാണ്. ആറ്റുകാൽ പൊങ്കാലയാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണെങ്കിലും ഒരുപാട് ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് ഈ സമയവും ഉത്സവങ്ങളുടെ സമയമാണ്. അപ്പൊ ലോകത്ത് എവിടെയുണ്ടെങ്കിലും മറക്കാതെ എത്തുന്ന ഒരു ഉത്സവം ഉണ്ടോ? ഉണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം, അടുപ്പ് കത്തിക്കുന്ന ആ ചടങ്ങിൽ വർഷങ്ങളായിട്ട് ഞാൻ പങ്കെടുക്കാം. അത് എല്ലാം മാറ്റിവെച്ച് തന്നെ പങ്കെടുക്കാം. ഇപ്പോൾ ഭരണസമിതി അംഗമായതിനു ശേഷം ആറാട്ട് മുമ്പ് കാണാൻ നിന്നിട്ടുള്ളൂ. ഇപ്പോൾ ആറാട്ടിനോടൊപ്പം നടക്കുന്നുണ്ട്. ഏപ്രിൽ 2 ആറാട്ടാണ്. അത് തീർച്ചയായും കാണും. പിന്നെ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളുടെ പൊങ്കാലകൾക്കായാലും മറ്റുള്ള കാര്യം ഞാൻ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് സമയം മാത്രമല്ല, അല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകർ വിളിച്ചാൽ ഞാൻ അവിടെ എത്താറുണ്ട്. BJPയുടെ സാന്നിധ്യം അവിടെ അറിയിക്കാം. വെട്ടുകാട് പോലത്തെ സ്ഥലത്ത്, ഭീമാപ്പള്ളി സ്ഥലത്തോ അവിടെയൊക്കെ നമുക്ക് ആവശ്യങ്ങൾ വന്നാൽ വിളിച്ചാൽ പാർട്ടി പ്രവർത്തകർ വരണം, വെട്ടുകാടിൻ്റെ ഉത്സവമാണ്, അവിടെ ഫാദറിനെ കാണണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞാൻ പോകാറുണ്ട്. അപ്പം ഞാൻ ഒരു ഒരു എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ പത്മനാഭന്റെ മണ്ണിൽ തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പ്? ഞാൻ നേരത്തെ തുടങ്ങിയത് പറയാം. വികസനം തന്നെയാണ്. ശ്രീ പത്മനാഭ സ്വാമിയുടെ മണ്ണിൽ നിന്നാ പറയുന്നു, ഭഗവാന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ് എനിക്ക്. ഈ 5 വർഷം തിരുവനന്തപുരത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള വികസനം, കിഴക്കേക്കോട്ട വികസനം, തമ്പാനൂരിൻ്റെ വെള്ളപ്പൊക്കം, കോട്ടകളെ സംരക്ഷിക്കുന്നത്, തീരദേശവാസികൾക്കുള്ള കടലാക്രമണത്തിൽ രക്ഷിക്കാനുള്ള പുലിമുട്ട് നിർമ്മാണം അടക്കമുള്ള നമ്മുടെ ചാലക്കമ്പോളം. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണമുണ്ട്. നമ്മുടെ ചാലക്കമ്പോളം എനിക്ക് വളരെ വികാരമാണ്. കാരണം കുട്ടികാലം അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചാലക്കമ്പോളം. ഇന്നവിടെ ഒരു സൈക്കിൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വികസനമില്ലാതെ കിടക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് പറഞ്ഞു, കിള്ളിപ്പാലത്ത് നിന്ന് കഴിഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണുന്ന തരത്തിലേക്ക് കമ്പോളം വികസിക്കണമെന്നാണ്. വ്യാപാര സുഹൃത്തുക്കൾക്ക് സ്വൈര്യമായി കച്ചവടം നടത്താനുള്ള സാഹചര്യം, സ്വൈര്യമായി ജനങ്ങൾക്ക് വന്ന് അവരുടെ സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം, ഇതൊക്കെ ഒരു ചാലക്കമ്പോളം ഒരിക്കലും പൂട്ടാൻ പാടില്ല. ചാലക്കമ്പോളം നമ്മുടെ വികാരമാണ്. ഒരു പാട്ട് തന്നെ ഉണ്ട്, സിനിമാ പാട്ട്, ചാലക്കമ്പോളത്തിൽ വന്ന്, ആ ഒരു പാട്ടുണ്ടല്ലോ. അതൊക്കെ ആ ഒരു കാലഘട്ടം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ ചാലക്കമ്പോളം ഒരിക്കലും പൂട്ടാൻ പാടില്ല. ചാലക്കമ്പോളം വികസിപ്പിക്കണം. അങ്ങനെ നമ്മുടെ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും വികസനമുണ്ടാക്കാൻ ഞാൻ 5 വർഷം പ്രവർത്തിക്കണം. അതിന് ജനങ്ങൾ എനിക്ക് അവസരം തരും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പാണ്. അത് ആണ് വികസനം തന്നെയാണ്, വികസന മന്ത്രം. അത് എൻ്റെ ജീവിത മന്ത്രമാണ്. ഇപ്പോൾ കുട്ടിക്കാലം മുതൽ അനന്തപുരിയിൽ കളിച്ച് വളർന്നു വന്ന ഒരാളാണ്. ആ സമയത്ത് നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഞാൻ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെ നിറവേറ്റാൻ ബാക്കി വെച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ആഗ്രഹങ്ങൾ ഒട്ടനവധിയാണ്. ഞാനീ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും ഇപ്പം ഇവിടുത്തെ നഗരവാസികളിൽ ഞാൻ പരിചിത മുഖമാണ്. ഇപ്പം എന്നെ ജയാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒട്ടനവധി നഗരവാസികൾ, എടാ ജയാന്ന് വിളിക്കാൻ, ചേർത്ത് നിർത്താൻ ഒരുപാട്. ഇപ്പം ഞാൻ വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം. അതോടൊപ്പം തന്നെ ജയ അണ്ണാന്ന് വിളിക്കാൻ ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ശരിക്കും മുസ്ലിം സഹോദരന്മാരൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്, കുഞ്ചാലമൂടായാലും കരമനയായാലും വള്ളക്കടവായാലും ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അണ്ണാന്നാണ്. ആ ജയണ്ണ, നമ്മുടെ ജയണ്ണ. അപ്പം അത് അങ്ങനെ വിളിക്കുന്നു. ഓട്ടോറിക്ഷ ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ട എന്താ ജയണ്ണ കോലി പോയില്ലേ ചോദോ എന്നാ ചോദിക്കാം. അപ്പം ഈ തരത്തിൽ ഒരു നഗരവാസികൾ ഇവിടെ വികസനത്തിൻ്റെ കാര്യം മാത്രമല്ല, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്, ഇപ്പം പെട്രോൾ പമ്പുകളിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒട്ടേറെ സഹോദരിമാരുണ്ട്. ഞാൻ ഭാരതീയ ട്രസ്റ്റിൽ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്.
നമുക്ക് അവരിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ട് അവരുടെ കുടുംബത്തിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് കാരണം പോകുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടി അവർ അതെനിക്ക് ജോലി ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. അവർക്കൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ സഹോദരങ്ങളാണ്. അവരൊക്കെ പല സഹോദരങ്ങളും എനിക്കറിയാം. അവർക്കെല്ലാം വളരെ വിഷമം അനുഭവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ തിരുവനന്തപുരത്ത് വ്യക്തിപരമായി എനിക്കറിയാം. ഈ വികസനത്തോടൊപ്പം തന്നെ ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ട് കുടുംബശ്രീ വഹിക്കുന്ന പാവപ്പെട്ട ഈ മാലിന്യങ്ങൾ മാറ്റാൻ നിൽക്കുന്ന വനിതകൾ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ, ഈ വികസനങ്ങൾ നാടിൻ്റെ വികസനം പുരോഗമനം വരുന്നതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ ജീവിതാടിസ്ഥാനങ്ങൾ അതും കൂടെ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വൃക്കരോഗം. നമ്മൾ കാണും ഈ വൃക്കരോഗം ഒരു സമ്പത്തുള്ള കുടുംബത്തിലെ ഒരാൾക്ക് വൃക്കരോഗം വന്നാൽ പോലും ഡയാലിസിസ് ചെയ്ത് അവൻ്റെ സമ്പത്ത് തകരുന്നു. അപ്പം അങ്ങനെയുള്ള അതിന് നമുക്കൊരു കാഴ്ചപ്പാട്. ഇപ്പം ചില പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് നമ്മളുടേതായ പദ്ധതി ആവശ്യം. ഇപ്പം ഭാരതീയൻ ട്രസ്റ്റ് സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിമിതമായ ഒരു സാഹചര്യം ഒന്നും ചെയ്യുന്നതാണ്. പക്ഷേ അതിന് നമുക്ക് എന്താ ചെയ്യണം? ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളെ നമ്മൾ ആരോഗ്യപരമായിട്ടും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കൂടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ജയൻ ചേട്ടന്റെ പ്ലാനുകള്. ഇനിയും ഒരുപാട് പ്ലാനുകളുണ്ട്. ചെറിയ ഒരു എന്താ പറയാ ഒരു സാമ്പിളാണ് നമ്മൾ കൊടുത്തത് എല്ലാവരും. അപ്പൊ എന്തായാലും ഇനി ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായും ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ്. കാരണം ജയൻ ചേട്ടനെ ജയിപ്പിക്കണം, നമ്മളെ ജയനെ ജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വോട്ട് ചോദിക്കുവാനുള്ള പ്രതീതി. തീർച്ചയായിട്ടും ജയിക്കും, വൃത്താമര വിരിയും. ഞാൻ ഇവിടെ മാത്രമല്ല, അനന്തപുരിയിലെ 4 സിറ്റിയിലെ ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന 4 നിയോജക മണ്ഡലമുണ്ട്. കോർപ്പറേഷൻ ഭരണം നമ്മൾ നേടി. അന്ന് കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവർക്ക് തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തത്. ഇന്ന് മേയർ എന്ന് പറഞ്ഞാൽ വി രാജേഷ് BJP പ്രവർത്തകനാണ്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് BJP പ്രവർത്തകയാണ്. അത് നേടി, ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതുകൊണ്ട് ഈ നഗരത്തിലെ 4 നിയോജക മണ്ഡലം നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 4 സ്ഥലത്തും താമരവരിയും മെയ് കഴിയുമ്പോൾ BJPയുടെ MLA-മാരായിരിക്കും ഈ നഗരത്തിലുള്ള 4 MLA-മാർ. മാറാത്തത് മാറും, മാറ്റിയിരിക്കും. ജനങ്ങൾ മാറ്റും. സന്തോഷം. ഓക്കെ.